എല്ലാവർക്കും നമസ്കാരം. ധ്വനി കലാലയത്തിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ത്രിപുടയിൽ എങ്ങനെ കൊട്ടിപ്പാടാം, അപ്പോൾ മഹാദേവ എന്നുള്ള നല്ലൊരു കീർത്തനമാണ് നമ്മൾ പാടിയത്. ഈ ഒരു ക്ലാസ്സും ത്രിപുടയ്ക്ക് വേണ്ടി ഞാൻ മാറ്റി വച്ചിരിക്കുകയാണ്. അപ്പോൾ ത്രിപുടയിൽ ഒരു ഭഗവതിയുടെ നല്ലൊരു സുപരിചിതമായിട്ടുള്ള നല്ലൊരു കീർത്തനമാണത്. എല്ലാവരും എല്ലാ വേദികളിലും എല്ലാവിടെ പോയാലും ഈ ഒരു പാട്ട് കേൾക്കാം. ചെമ്പട്ടുടുത്ത് കെട്ടി ഇത്രച്ചിലമ്പണിഞ്ഞ്. അപ്പോൾ ഭഗവതിയുടെ നല്ലൊരു കീർത്തനം നമുക്ക് പാടി പഠിക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം. പാട്ട് പഠിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏറ്റുപാടി കൂടെ പഠിക്കണം. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ പാടി പഠിക്കുക. അപ്പോൾ നമുക്ക് ചെമ്പട്ടുടുത്ത് കെട്ടി ത്രിപുടയിൽ എങ്ങനെയാണ് കുട്ടിപ്പാടുക എന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഇടയ്ക്ക വായിക്കേണ്ടത്, എങ്ങനെയാണ് ഇടയ്ക്ക ഫോളോ ചെയ്യേണ്ടത്. അതേപോലെ തന്നെയാണ്. അപ്പോൾ പല കീർത്തനത്തിനും പല സ്പീഡാവും ത്രിപുടയിൽ. അപ്പോൾ നമുക്ക് ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ഇടയ്ക്ക കൊട്ടിപ്പോകേണ്ടത്. കൂടുതൽ കൈ വഴങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ ഭംഗിയാക്കിയിട്ട് അത് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ചെമ്പട്ടുടുത്ത് കെട്ടി അതിലേക്ക് പോവാം. ചെമ്പട്ടുടുത്തു കെട്ടി ചിത്രചീലമ്പണിഞ്ഞ്. ഈ 2 തവണ ഓരോ വരികളും ഈ 2 തവണ പാടും. അപ്പോൾ രണ്ടാമത്തെ വരികളിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. താളം പിടിച്ച് തുടങ്ങി എങ്ങനെയാണ് അതിലേക്ക് കിടക്കുക. ആദ്യത്തെ വരി താളം പിടിച്ചിട്ട് ചെമ്പട്ടുടുത്തു കെട്ടി ചിത്രചീലമ്പണിഞ്ഞ്. ചെമ്പട്ടുടുത്തു കെട്ടി ചിത്രചീലമ്പണിഞ്ഞ്. ചന്ദ്രമോടെന്നുടയ ചാരവേ പൊന്നിടേണം. ചന്ദ്രമോടെന്നുടയ ചാരവേ പൊന്നിടേണം. ചഞ്ചല മാനസത്തിൽ ചിന്തകൾ വളർത്താതെ. ചഞ്ചല മാനസത്തിൽ ചിന്തകൾ വളർത്താതെ. ചിത്തേ നീ വന്നണയോ ചന്ദ്ര സമാനമോഹി. ചിത്തേ നീ വന്നണയോ ചന്ദ്ര സമാനമോഹി. ചെമ്പട്ടുടുത്തു കെട്ടി ചിത്രചീലമ്പണിഞ്ഞ്. ചന്ദ്രമോടെന്നുടയ ചാരവേ പൊന്നിടേണം. സിന്ദൂരമണിഞ്ഞെത്തി രൗദ്രമാം ഭാവമോടെ. ഒരു കാര്യം ഇപ്പോൾ പറയാൻ ഓർമ്മ വന്നാണ്. ചില ഈ കീർത്തനങ്ങളിൽ ചില ഭാഗത്ത് വരുന്ന വാക്കുകൾ, ചില വരികൾ, അപ്പോൾ പദത്തിന് മൊത്തം നമ്മൾ ഭക്തി എന്നുള്ള ഭാവമാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭാവത്തിന് പാടുന്ന ഭാവത്തിൽ നമുക്ക് ആ വാക്കുകളുടെ അർത്ഥവും കൂടി നമ്മുടെ ശബ്ദത്തിൽ ഉണ്ടായാൽ അത് കേൾക്കുന്നവർക്കും ആസ്വദിക്കാൻ നന്നായിട്ട് സാധിക്കും. പാടുന്ന സമയത്ത് ആ വാക്കുകളിൽ ഉണ്ടാവുന്ന അർത്ഥവും കൂടി നമ്മുടെ പാട്ടിൻ്റെ ശബ്ദത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആസ്വദിക്കാൻ വളരെ എളുപ്പമായിരിക്കും.
അപ്പോൾ നമുക്ക് അങ്ങനെ പാടാം. അപ്പോൾ ഇതിൽ ഈ കീർത്തനത്തിൽ സിന്ദൂരമണിഞ്ഞെത്തി രൗദ്രമാ ഭാവമോടെ, അപ്പോൾ ആ സിന്ദൂരത്തിൻ്റെ ആ നിറം, ആ രൗദ്രഭാവം, ഇതൊക്കെ നമ്മൾ പാടുന്ന ആ പാട്ടിൻ്റെ വരികളിൽ നമ്മുടെ ശബ്ദത്തിലുണ്ടായിരിക്കണം. അപ്പോഴാണത് കേൾക്കുന്നവർക്കൊക്കെ അങ്ങനെ ഒരു ആസ്വാദനം കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ പാടാം. സിന്ദൂരമണിഞ്ഞെത്തി രൗദ്രമാം ഭാവമോടെ, സിന്ദൂരമണിഞ്ഞെത്തി രൗദ്രമാം ഭാവമോടെ, സന്ധ്യതൻ പ്രഭയുള്ള സാധികേ സർവേശ്വരി, സന്ധ്യതൻ പ്രഭയുള്ള സാധികേ സർവേശ്വരി, സൽകുലനാഥേ ഭദ്രേ രുദ്രസുതയാം ദേവി, സൽകുലനാഥേ ഭദ്രേ രുദ്രസുതയാം ദേവി, സാദരം ചൊല്ലിടുന്നേ ചരിതങ്ങളെല്ലാം, സാദരം ചൊല്ലിടുന്നേ ചരിതങ്ങളെല്ലാം. നർത്തന പ്രിയങ്കരി നൃത്തമതേതുമാടി, നർത്തന പ്രിയങ്കരി നൃത്തമതേതുമാടി, മൽച്ചിലമ്പണിഞ്ഞമ്മ നർത്താതേ നടനവും, നർത്തന പ്രിയങ്കരി നൃത്തമതേതുമാടി, നൽച്ചിലമ്പണിഞ്ഞമ്മ നർത്താതേ നടനവും, നാരിയിൽ ദേവീഭാവം ശ്രീമഹാ ഭദ്രകാളി, നാരിയിൽ ദേവീഭാവം ശ്രീമഹാ ഭദ്രകാളി, നേരുണി വന്നിടേണം മാർഗങ്ങൾ തെളിയിക്കാൻ, നേരുണി വന്നിടേണം മാർഗങ്ങൾ തെളിയിക്കാൻ. പതിയെ നീ ഉറങ്ങാടി പോരിന്റെ ഭാവമാർന്നോ, പതിയെ നീ ഉറങ്ങാടി പോരിന്റെ ഭാവമാർന്നോ, പള്ളിവാൾ കരത്തിലും പൂമാല കഴുകിലും, പള്ളിവാൾ കരത്തിലും പൂമാല കഴുകിലും, പട്ടൂനുറിഞ്ഞു കൂത്തു പാട്ടൂനുരക്കൾ വാഴൂ, പട്ടൂനുറിഞ്ഞു കൂത്തു പാട്ടൂനുരക്കൾ വാഴും, പാർവണവദനേ നീ പാരിടത്തിൻ്റെ മൂർത്തി,
ഒരിടത്തിൻ്റെ മൂർത്തി ചെമ്പട്ടൂടുത്തുകേട്ടി ചിത്രശീലമ്പണിഞ്ഞ് ചെമ്പട്ടൂടുത്തുകേട്ടി ചിത്രശീലമ്പണിഞ്ഞ് ചന്ദ്രമോടെന്നുടയ ചാരവേ വന്നിടേണോ ചന്ദ്രമോടെന്നുടയ ചാരവേ വന്നിടേണോ ചഞ്ചല മാനസത്തിൽ ചിന്തകൾ വളർത്താതെ ചഞ്ചല മാനസത്തിൽ ചിന്തകൾ വളർത്താതെ ചിത്തേ നീ വന്നണയോ ചന്ദ്രസമാനമോഹി ചിത്തേ നീ വന്നണയോ ചന്ദ്രസമാനമോഹി അപ്പോൾ അങ്ങനെയാണ് ത്രിപുടയിൽ കുട്ടി പാടുക. ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ വാക്കിനും കൊടുക്കുന്ന ഭാവങ്ങൾ നമ്മുടെ ശബ്ദത്തിലും ഉണ്ടാവണം, ഇടയ്ക്കയിലും ഉണ്ടാവണം. ഇപ്പോൾ ഈ കീർത്തനത്തിൽ പതിയെ നീ ഉറഞ്ഞാടി, അത് പാടുന്ന സമയത്ത് പതിയെ നീ ഉറഞ്ഞാടി ഇടയ്ക്ക് ഒന്ന് അമർത്തി കൊട്ടി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയാവും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കീർത്തനത്തിലും ഇങ്ങനെയുള്ള വരികൾ, കീർത്തനങ്ങളെല്ലാം ആദ്യം ഏത് മൂർത്തിയാണോ നമ്മൾ പാടുന്നത് ആ മൂർത്തിയുടെ വർണ്ണനകളും പിന്നെ നമ്മുടേതായിട്ടുള്ള സങ്കടങ്ങളൊക്കെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ മാറ്റാൻ, നമ്മുടെ ദുരിതങ്ങളെല്ലാം മാറ്റാൻ, അങ്ങനെയാണ് കീർത്തനത്തിൻ്റെ ഈ സോപാന സംഗീതത്തിലെ കീർത്തനങ്ങളുടെ ഒരു രീതി. അങ്ങനെയാണ് ഏത് മൂർത്തിയാണെന്ന് വെച്ചാൽ ആ മൂർത്തിയെക്കുറിച്ചുള്ള വർണ്ണനകൾ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സങ്കടങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ആ തൃപ്പാദം വണങ്ങുന്നേ. അങ്ങനെയാണ് ഇതിൻ്റെ ഈ വരികളുടെ സമ്പ്രദായങ്ങൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയുള്ള വരികൾ പാടുന്ന സമയത്ത് ഇടയ്ക്ക് കുറച്ചും കൂടി അമർത്തി കൊട്ടി കഴിഞ്ഞാൽ ആസ്വദിക്കുന്നവർക്ക് കുറച്ചും കൂടി ആസ്വാദന തലം കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഈ ഒരു കീർത്തനം എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം നിങ്ങളുടെ മുന്നിലെത്താം. അതുവരേക്കും നന്ദി, നമസ്കാരം.